ഹലോ, എസ്റ്റർ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ പറയുവാണ്, കഴിഞ്ഞ ഒരാഴ്ച നമുക്ക് ഒരു വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളായിരുന്നു. പനിയൊക്കെ കാരണം എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുപോലെ തന്നെ നമുക്ക് ഡിസ്പാച്ച് ഒക്കെ കുറച്ച് വൈകിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള ഡിസ്പാച്ചുകളൊക്കെ നമ്മൾ ഒരു പനിയുടെ ഒക്കെ കാരണങ്ങളാൽ നമുക്ക് ഒത്തിരി വൈകി നമ്മൾ ഈ ആഴ്ചയാണ് ഡിസ്പാച്ച് ഒക്കെ പോയിരിക്കുന്നത്. നമ്മൾ ഇന്ന് കാണിക്കുന്നത് പ്ലെയിൻ സാരീസിന്റെ വീഡിയോസ് ആണ്. പെട്ടെന്ന് തന്നെ ഞാൻ കളേഴ്സ് എല്ലാം കാണിച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണേ. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു പൗഡർ ബ്ലൂ കളറാണ്. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന എല്ലാം കോട്ടൺ ചെക്കോട്ടയുടെ ഷെയ്ഡ്സ് ആണ്. പൗഡർ ബ്ലൂ ഷെയ്ഡ് എല്ലാം തന്നെ നമുക്ക് നേരത്തെ ഉള്ള ഷെയ്ഡ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഷെയ്ഡ്സ് കാണിച്ച് കളർ പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് ഗ്രേ ഷെയ്ഡാണ്. ഗ്രേ ഷെയ്ഡ്. നെക്സ്റ്റ് ഈ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരുന്നത്. ഇത് നമുക്ക് 2-3 ഗ്രീൻ ഷെയ്ഡ് ഉണ്ട്. അതിനകത്ത് ഇപ്പം നമുക്ക് പിസ്ത ഗ്രീനും ഈ ഒരു ഗ്രീനും അവൈലബിൾ ആയിട്ടുള്ള. അതിനകത്ത് ഡാർക്കർ ഗ്രീൻ ആണ് ഈ ഗ്രീൻ വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഒരു ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡ് എന്ന് പറയുന്ന ഷെയ്ഡ് വരുന്നത്. ഈ ഷെയ്ഡ്സ് എല്ലാം തന്നെ നമുക്ക് റെഗുലറായിട്ട്, അതായത് വന്നു പോയിരിക്കുന്ന ഷെയ്ഡ്സ് ആണ്. കുറേ നാളത്തേക്കിന് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്ന ഷെയ്ഡുകളൊക്കെ തന്നെ നമുക്ക് വീണ്ടും ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം കോട്ടൺ ചെക്കോട്ടയിൽ നമുക്ക് എപ്പോഴും റിപ്പീറ്റഡ്ലി കളേഴ്സ് വരികയാണ് ചെയ്യുന്നത്. സിൽക്കി കോട്ട പോലെ തന്നെ പെട്ടെന്ന് വരുന്ന കളേഴ്സ് പിന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോയി പിന്നെ വരാതെ വരത്തില്ല. കുറച്ചൊരു ഗ്യാപ്പ് കൊണ്ടാണെങ്കിൽ കളേഴ്സ് ഒക്കെ വരും. അങ്ങനെ നമുക്ക് കുറച്ച് ഷെയ്ഡ്സ് വീണ്ടും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സ്കൈ ബ്ലൂ, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്കൈ ബ്ലൂവിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കർ ആയിട്ടാണ് ഇപ്രാവശ്യം സ്കൈ ബ്ലൂ വന്നിരിക്കുന്നത്. സ്കൈ ബ്ലൂവിന് 2-3 ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. ഇതിന്റെ കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുള്ള സ്കൈ ബ്ലൂ ആയിരുന്നു നമുക്ക് നേരത്തെ അവൈലബിൾ ആയിട്ടുള്ള. ഈ ബ്ലൂവിന്റെ തന്നെ 2-3 ഷെയ്ഡ്സിൽ ഈ ഒരു ഷെയ്ഡ് വരാറുണ്ട്. സൾഫേറ്റ് ബ്ലൂ പോലെ, അതുപോലെ സ്കൈ ബ്ലൂവിന്റെ തന്നെ ലൈറ്റർ ഡാർക്കർ ടോൺസിലൊക്കെ നമുക്ക് ഈ ഒരു ഷെയ്ഡ് വരാറുണ്ട്. ഇപ്പൊ വന്നിരിക്കുന്ന ഇച്ചിരി ഡാർക്കർ ആയിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. നെക്സ്റ്റ് നമ്മുടെ ഓണിയൻ പിങ്ക് ഷെയ്ഡ്. ശരിക്കും ഒരു മജന്ത പിങ്ക് ഷെയ്ഡ് എന്നൊക്കെ പറയാവുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. ഓണിയൻ പിങ്ക് എന്ന് നമ്മൾ കൂടുതലും ജക്കോട്ടയിൽ ഇത് അറിയപ്പെടുന്നതേ ഉള്ളൂ. എന്നാൽ ഇതൊരു മജന്ത പിങ്ക് ഷെയ്ഡ് വരുന്നൊരു ഇച്ചിരി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. നെക്സ്റ്റ് നമ്മുടെ ടൊമാറ്റോ പിങ്ക് ഷെയ്ഡ്. നമുക്ക് ഒത്തിരി എൻക്വയറീസ് എപ്പോഴും കിട്ടുന്ന ഷെയ്ഡാണ്. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ പല ഷെയ്ഡ്സും എക്സാക്ട്ലി നമ്മുടെ കയ്യിലുള്ളത് പോലെ ആയിരിക്കണമല്ലോ. ഒത്തിരി ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എക്സാക്ട്ലി നമുക്ക് കിട്ടുന്ന കളറും ഇത് നമ്മൾ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറയുന്നത്. ഒന്നാമത് നമ്മൾ ഫോട്ടോയിൽ പലരുടെയും സ്ക്രീൻ ബ്രൈറ്റ്നസ്സിൽ പലതായിട്ടായിരിക്കും കളർ കാണുന്നത്. അത് മാത്രമല്ല, നമ്മൾ സ്ക്രീനിന്റെ വെട്ടത്ത് കാണുമ്പോഴത്തേനും ഈ കളേഴ്സ് ഒന്നും എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാനും പറ്റത്തില്ല. മാക്സിമം ഞാൻ ഫോട്ടോസ്, ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് എല്ലാവർക്കും എൻക്വയറി ചെയ്യുന്ന സമയത്ത് അയച്ചു തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇത് നമുക്ക്, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കോട്ടൺ ചെക്കോട്ടയിൽ നമുക്ക് എപ്പോഴും റിപ്പീറ്റഡ് കളേഴ്സ് ആണ്. റെഗുലർ കസ്റ്റമേഴ്സിന് അറിയാം, അവർക്ക് ടൊമാറ്റോ പിങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷെയ്ഡ് മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പിങ്കിന്റെ 2-3 ഷെയ്ഡ്സ് മാത്രമേ കോട്ടൺ ചെക്കോട്ടയിലുള്ളൂ. അതിലൊരെണ്ണം ഈ ഒരു ടൊമാറ്റോ പിങ്ക് ഷെയ്ഡാണ്. ഫസ്റ്റ് ടൈം കസ്റ്റമേഴ്സിന് ഉണ്ടാകുന്ന കുറച്ച് കൺഫ്യൂഷൻസ് ആണ് കളറിൽ വരുന്നത്. അതുപോലെ ഇത് നമുക്ക് കുറേ നാൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരുന്നിട്ട് ഇപ്പം വീണ്ടും സ്റ്റോക്കിൽ വന്നിരിക്കുന്ന നമ്മുടെ അക്വാ ഗ്രീൻ, അക്വാ ബ്ലൂ ഒരു ഷെയ്ഡ് വരുന്ന ഷെയ്ഡാണ്. ഇതൊക്കെ നമുക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ ഒത്തിരി ഡിഫിക്കൽട്ട് ആയുള്ള ഷെയ്ഡ്സ് ആണ്. എന്നാലും നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു ഗ്രീൻ ആണ്. ബ്ലൂയിഷ് ഗ്രീൻ വരുന്ന ഒരു ലൈറ്റ് അക്വാ ഷെയ്ഡ് വരുന്ന കളറാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഈ ഷെയ്ഡൊക്കെ വരുമ്പം പറയണമെന്ന് ഒത്തിരി ആൾക്കാർ എൻക്വയറി ആണ്. പക്ഷേ എനിക്ക് പറഞ്ഞ പോലെ ഒന്നാമത് ഫിസിക്കലി വെൽ അല്ലാത്തത് കൊണ്ടും, രണ്ടാമത് ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാ കസ്റ്റമേഴ്സിന്റെ അടുത്തും നമുക്ക് ഓരോ ഈ കളേഴ്സ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പറയാനായിട്ട് വിട്ടുപോകും. അതുകൊണ്ട് തന്നെ നമ്മൾ വയ്യാഞ്ഞിട്ടും ഈ ഒരു കളർ അപ്ഡേഷൻ ഈ പറഞ്ഞ പോലെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നെക്സ്റ്റ് നമ്മുടെ ലാവൻഡർ ഷെയ്ഡാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സാൻഡൽ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ലൈറ്റ് പീച്ച് അല്ല, ശരിക്കും ഇതൊരു സാൻഡൽ ഷെയ്ഡ് തന്നെയാണ്. നമുക്ക് നേരത്തെ ലൈറ്റ് പീച്ചും ഉണ്ടായിരുന്നു. ലൈറ്റ് പീച്ചിനേക്കാളും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത്. ചിക്കുവിന്റെ ലൈറ്റ് പീച്ചിന്റെ ഒരു മിക്സ് വരുന്ന ഒരു ഷെയ്ഡായിട്ട് വരും. ഇത് നമ്മുടെ ഡാർക്ക് പീച്ച് കളർ വരുന്നത്. ക്യാരറ്റ് പീച്ച് എന്നൊക്കെ നമുക്ക് വേണേൽ പറയാവുന്ന പോലത്തെ ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡാണ്. അതുപോലെ നമ്മുടെ ചിക്കു ഷെയ്ഡ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആണ്. ബ്ലാക്കും നമുക്ക് വന്നിട്ട് ഇപ്പോൾ കുറേ ആയി. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പിങ്ക്, ബേബി പിങ്ക് കളറാണ്. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ചെക്കോട്ടയിൽ അവൈലബിൾ ആയിട്ടുള്ള 2-3 പിങ്ക് ഷെയ്ഡ്സിലൊരു പിങ്ക് ആണ് നമ്മുടെ ഈ ബേബി പിങ്ക്. ബേബി പിങ്ക് ഒത്തിരി ബ്രൈറ്റർ ഷെയ്ഡ് അല്ല കേട്ടോ, കുറച്ചൊരു പെയിൽ ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡ് തന്നെയാണ്. ഇതൊക്കെ ഇനി നമുക്ക് ലൈറ്റ് ഷെയ്ഡ്സിൽ വരുന്ന ഈ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്, ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ പിസ്ത ഗ്രീൻ ഷെയ്ഡ് അല്ല, നമ്മുടെ ഒരു ലെമൺ ഗ്രീൻ എന്നൊക്കെ പറയാം, ലൈം ഗ്രീൻ എന്നൊക്കെ പറയാവുന്ന പോലത്തെ ഒരു യെല്ലോയിഷ് ഷെയ്ഡിലുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഇത്. നെക്സ്റ്റ് നമുക്ക് എപ്പോഴും വീഡിയോയിൽ കാണിക്കാനായിട്ട് ഒത്തിരി പാടുള്ള നമ്മുടെ ലെമൺ യെല്ലോ ഷെയ്ഡ്. വീഡിയോയിൽ ക്യാപ്ചർ ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. വളരെ പെയിലായിട്ട് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ബേബി യെല്ലോ ഷെയ്ഡാണ് ലെമൺ യെല്ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓഫ് വൈറ്റ്, അതുപോലെ വൈറ്റ്.
ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുമായിരിക്കും നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ. രണ്ടിൻ്റെ വ്യത്യാസം അറിയാനായിട്ട് പറ്റും എന്നുള്ള വിചാരത്തില്ല ഞാൻ രണ്ടും ഒരുമിച്ച് കാണിക്കുന്നത്. എന്നാലും ഇത് പ്യുവർ വൈറ്റ്, മുകളിലിരിക്കുന്ന പ്യുവർ വൈറ്റും ബാക്കിലിരിക്കുന്നത് ഓഫ് വൈറ്റും ആണ്. നേരിട്ട് കാണുമ്പം അല്ലെ ഫോട്ടോസിലൊക്കെ കാണുമ്പോഴാണെങ്കിലും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വീഡിയോയുടെ ഒരു ഫോട്ടോയുടെ ലൈറ്റിംഗ് കൊണ്ടാണ് ഇതിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അതുപോലെ നമുക്കിപ്പോൾ ഈ ഒരു സ്റ്റോക്ക് വന്നിട്ട് 2-3 ദിവസമായി എനിക്ക് ഒട്ടും വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത്രയും നമുക്ക് ലേറ്റ് ആയി പോയത്. നമ്മൾ സിൽക്കി കോട്ടയുടെ ഷെയ്ഡ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി സ്റ്റാറ്റസിലിട്ട് കുറേ തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി. നമ്മുടെ മിച്ചം ഇരിക്കുന്ന കുറച്ച് ഷെയ്ഡ്സ് ഞാൻ കാണിക്കാം. അതുപോലെ ഞാൻ പറ്റുവാണെങ്കിൽ നമ്മളുണ്ടായിരുന്നതിൻ്റെ ഫോട്ടോസ് ഈ ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കൊരു 5 days പ്രീ ബുക്കിംഗ് അനുസരിച്ച് എടുക്കാനായിട്ട് പറ്റുന്ന ഷെയ്ഡ്സ് അങ്ങനെ വാങ്ങിക്കാം. ഇത് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ്. ഇച്ചിരി ഒരു ഡാർക്ക് ആയിട്ടുള്ള ഓണിയൻ പിങ്ക്, അതായത് നമുക്ക് ശരിക്കും ആ ഒരു ഓണിയൻ പിങ്കിൻ്റെ ഷെയ്ഡ് വരുന്നത് പോലത്തെ തന്നെ ഓണിയൻ പിങ്ക് ഷെയ്ഡാണ്. നമ്മൾ നേരത്തെ ചെക്കോട്ടയിൽ വന്ന പോലത്തെ ഒരു മജന്ത ഷെയ്ഡിൽ വരുന്നതല്ല, ശരിക്കും ആ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് വരുന്നത് പോലത്തെ ഷെയ്ഡ്. അതുപോലെ ഇത് നമ്മുടെ വാടാമുല്ല ഷെയ്ഡ്, നമുക്ക് മിക്കവാറും ഒക്കെ അവൈലബിൾ ആവുന്ന ഒരു ഷെയ്ഡാണ് ഈ വാടാമുല്ല ഷെയ്ഡ്. ഇതൊരു പുതിയ ഷെയ്ഡാണ്. നമുക്കൊരു ശരിക്കും നമുക്ക് ആ ഡാർക്ക് അല്ല, കറക്റ്റ് ആ ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡാണ് ഈ വന്നിരിക്കുന്നത്. നമുക്ക് ചെക്കോട്ടയിൽ വരുന്ന പൗഡർ ബ്ലൂവിനേക്കാളൊക്കെ എക്സാക്ട് പൗഡർ ബ്ലൂ എന്ന് പറയുന്ന ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. നല്ലൊരു ഒരു എന്തുവാ ഡിം ആയിട്ടൊരു ബ്ലൂ ഷെയ്ഡ്, എല്ലാവർക്കും ഒക്കെ ചേരുന്ന ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. അതുപോലെ നമ്മുടെ ഒരു പിങ്ക് ഷെയ്ഡ്, പിങ്ക് എന്ന് എക്സാക്ട് പറയാൻ പറ്റില്ല, ലാവൻഡർ പിങ്ക് കളറാണ്. ലാവൻഡറിന്റെയും പിങ്കിന്റെയും കൂടെ ഒരു മിക്സ് വരുന്നത് പോലത്തെ ഒരു ലാവൻഡർ പിങ്ക് ടോണാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ ഇത് നമ്മുടെ ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ്, സ്കൈ ബ്ലൂ ഷെയ്ഡ്. ഇത്ര ഷെയ്ഡ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സിൽക്കി കോട്ടയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം ബാക്കി ഒരുപാട് ഷെയ്ഡ്സ് നമുക്ക് സിൽക്കി കോട്ടയിൽ പുതുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയി കുറേയൊക്കെ പാക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പം കാണിക്കാൻ പറ്റിയ അത്രയും ഷെയ്ഡ്സ് കാണിച്ചാണ്. ഈ ഷെയ്ഡ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ലാസ്റ്റ് ഒരു വീക്കായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് റെസ്പോണ്ട് കിട്ടാത്ത ഒത്തിരി ആൾക്കാരോടെന്ന് എനിക്കറിയാം. അവരോട് ഞാൻ സോറി പറയുവാണ്. ഞാൻ മാക്സിമം എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്തോളാം. താങ്ക് യു ഫോർ വാച്ചിങ്.